ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷനിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും അതുപോലെ തന്നെ 2 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് വെർബൽ കമ്മ്യൂണിക്കേഷനും മറ്റൊന്ന് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും നമ്മളതിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാണാത്തവർ അത് പോയിട്ട് വാച്ച് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. ഹിയർ ആർ എ ഫ്യൂ ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതായത് കുറച്ച് 4 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഡയഗ്രാം ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെ 4 തരം കമ്മ്യൂണിക്കേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓരോ കമ്മ്യൂണിക്കേഷനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. All of us communicate with ourselves through thoughts and interior monologues. This is സെൽഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് എല്ലാവരും എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് സംസാരിക്കുകയും അതുപോലെ തന്നെ ആരും കേൾക്കാതെ നമ്മൾ പാട്ട് പാടുകയും അങ്ങനെ നമ്മൾ സ്വയം സംസാരിക്കുന്നതിനെയാണ് സെൽഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഹിയർ ദി സെൻഡർ ആൻഡ് റിസീവർ ആർ ദ സെയിം പേഴ്സൺ. പറയുന്ന ആളെ നമ്മൾ സെൻഡറും അതുപോലെ കേൾക്കുന്ന ആളെ റിസീവറുമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സെൽഫ് കമ്മ്യൂണിക്കേഷനിൽ റിസീവറും സെൻഡറും ഒരാൾ തന്നെയാണ്, അതായത് സെയിം പേഴ്സൺ ആണ് വരുന്നത്. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഷുഡ് ഐ ഹാവ് ഫോർ ഡിന്നർ, അതായത് ഇനിയിപ്പോൾ എന്താവും ഞാൻ രാത്രി ഡിന്നർ കഴിക്കുക. അതായത് നമ്മൾ സ്വയം സംസാരിക്കുകയാണ് ഇവിടെ ഒറ്റയ്ക്ക്, ആ കുട്ടി പറയാണ്. അപ്പോൾ അത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിനാണ് എന്ത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. എവറി ഡേ വി ഓൾസോ ടോക്ക് ടു അവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. These conversations include 2 or more people. This participant-based communication mode is called interpersonal communication. അതായത് 2 അതിൽ കൂടുതൽ ആളുകളോട് നമ്മൾ സംസാരിക്കുന്നതാണ് എന്ത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരം 2 പേര് തമ്മിൽ സംസാരിക്കുന്നതാണ്. അനദർ തിങ് to remember is that we communicate with humans and non-human beings. അതായത് നമ്മൾ മനുഷ്യജീവികളോടും അല്ലാത്തവരോടും നമ്മൾ സംസാരിക്കും. when we reach home our pets may come running to us to show affection. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ എത്തുമ്പോൾ നമ്മുടെ പെറ്റ്സ്, അതിപ്പോൾ ബേർഡ്സ് ആവട്ടെ, ക്യാറ്റ്, ഡോഗ് ഏതുമാവട്ടെ, അത് നമ്മളെ അടുത്ത് വന്ന് കാണിക്കുന്ന ആ ഒരു സ്നേഹപ്രകടനം. we stroke them and talk to them. നമ്മൾ അവരെ തലയോടും എന്നിട്ട് അവരോട് സംസാരിക്കും. In this context, touch and the sounds we produce are part of a unique kind of communication. അപ്പോൾ നമ്മൾ അവരെ വാരിയെടുത്ത് അവരുടെ തലയോടി നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആ ഒരു സംസാര രീതി ഉണ്ടല്ലോ, അതൊരു തരത്തിലുള്ള യുണീക്ക് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ദിസ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ ബീങ്സ് ഈസ് ടേമഡ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അത് മനുഷ്യനോടല്ലാതെ സംസാരിക്കുന്നതിനെയാണ് എന്ത് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മാസ് കമ്മ്യൂണിക്കേഷനാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ലിമിറ്റഡ് ടു ദീസ് മോഡ് ഓഫ് ഇൻട്രാക്ഷൻ വേർ ദി സെൻഡർ ആൻഡ് റിസീവർ ആർ പ്രസൻറ്റ് ഇൻ ദ സെയിം പ്ലേസ്. ഇവിടെ സെൻഡറും റിസീവറും, അതായത് സന്ദേശം അയക്കുന്ന ആളും സ്വീകരിക്കുന്ന ആളും സെയിം പ്ലേസിൽ തന്നെ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ഈവൻ വെൻ ദ സെൻഡർ ആൻഡ് റിസീവർ ആർ സെപ്പറേറ്റഡ് ബൈ സ്പേസ് ആൻഡ് ടൈം. അതായത് ഇനിയിപ്പോൾ 2 ആളും വെവ്വേറെ സ്ഥലത്താണെങ്കിലും അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, യു ആർ അവെയർ ഓഫ് ഇവൻറ്റ്സ് ഹാപ്പനിങ് ഇൻ അതർ കൺട്രീസ്. ദിസ് ഈസ് മെയ്ഡ് പോസിബിളി ബൈ വാരിയസ് മീഡിയ ഇൻക്ലൂഡിങ് ന്യൂസ് പേപ്പേഴ്സ്, TV, മാഗസിൻ ആൻഡ് സോഷ്യൽ മീഡിയ വിച്ച് ബ്രിങ്സ് യു ഇൻഫോർമേഷൻ അബൌട്ട് ദി അഫെയർസ് ഓഫ് ദി വേൾഡ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തമൊക്കെ, അപ്പം അങ്ങനെ ഒരു സംഗതി നമ്മൾ ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ തന്നെ TV, സോഷ്യൽ മീഡിയ, മാഗസിൻ ഇതിലൂടെയൊക്കെ ബൾക്കായിട്ട് പുറത്തേക്ക് ലോകം മുഴുവനായിട്ട് അറിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദിസ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ത്രൂ മീഡിയ ദാറ്റ് ഡിസെമിനേറ്റ്സ് ഇൻഫോർമേഷൻ ടു മൾട്ടിപ്പിൾ റിസീവേഴ്സ് സിമിൾട്ടാനിയസ്ലി ഈസ് കാൾഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പല പ്ലാറ്റ്ഫോമുമായി തന്നെ നമ്മൾ ലോകം മുഴുവൻ അറിയുന്നതിനെയാണ് എന്ത് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫോംസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ മെനി അതർ വേയ്സ് ടു. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷന് ഒരുപാട് മറ്റു രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം.
Forms of direct communication like face-to-face or telephonic communication can be classified as oral communication. ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ രണ്ടാളുകൾ മുഖത്തോട് ഫേസ് ടു ഫേസ് ആയിട്ട് നിന്ന് സംസാരിക്കുന്നതാണ് എന്ത് ഫേസ് ടു ഫേസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ഫേസ് ടു ഫേസ് ഓർ ടെലഫോണിക് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ടെലഫോണിക് കമ്മ്യൂണിക്കേഷൻ അതൊരു ഓറൽ കമ്മ്യൂണിക്കേഷനാണ്. ഒരാളോട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിക്കുന്നതും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതിനെ ഓറൽ കമ്മ്യൂണിക്കേഷനായിട്ട് പറയാം. അനദർ ഫോം ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇറ്റ്സ് റിട്ടൺ ഫോം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരാളോട്, അതായത് ജോലി സ്ഥലത്തുള്ളൊരു മാനേജർ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് ഒരു എഴുത്തെഴുതി കൊടുക്കുകയാണ്. ഇനി ജോബിന് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തെഴുതി കൊടുത്തു. അപ്പോൾ അതെന്താണ്, അത് റിട്ടൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷനിലെ മറ്റൊരു ഫോമാണ് റിട്ടൺ ഫോം വരുന്നത്. വി റൈറ്റ് ലെറ്റേഴ്സ് ടു സെൻഡ് മെസ്സേജസ് ടു പീപ്പിൾ ഹു ആർ ലിവിങ് ഫാർ അവേ. അതായത് ദൂരെയുള്ള ഒരാൾക്ക് നമ്മൾ എന്താണ് എഴുതി നമ്മൾ സന്ദേശം അയക്കാം. അതൊക്കെ റിട്ടൺ ഫോമിൽ വരുന്നതാണ്. ഈ നെക്സ്റ്റ് പാരഗ്രാഫ്, ഇൻ ദി ഏർലി ഡേയ്സ് വി യൂസ് ടു സെൻഡ് മെസ്സേജസ് വൈ ഇൻലാൻഡ് ലെറ്റേഴ്സ്, പോസ്റ്റ് കാർഡ്സ് ആൻഡ് സെൻഡ് ടെലഗ്രാം. പഴയ കാലങ്ങളിൽ നമ്മൾ സന്ദേശം അയക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇൻലാൻഡ്, ലെറ്റേഴ്സ്, പോസ്റ്റ് കാർഡ്സ് ആൻഡ് ടെലഗ്രാംസ് ഒക്കെയാണ്. ഈ ഇൻലാൻഡ് എന്ന് പറയുന്നത് കത്തിൻ്റെ ഒരു മറ്റൊരു രൂപമാണ്. അതുപോലെ തന്നെ ഈ ഇൻലാൻഡിൽ തന്നെ നമുക്ക് എഴുതാനുള്ള ഒരു പേപ്പറും അതിൽ തന്നെ ഉണ്ടാവും. അത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. അതുപോലെ തന്നെ അതിൽ നമുക്ക് ഫ്രം ടു അതുപോലെ തന്നെ കണ്ടൻ്റ് ഒക്കെ എഴുതാനുള്ള ഒരു സ്പേസ് ആ ഒരു ഇൻലാൻഡ് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ പോസ്റ്റ് കാർഡ്, അതൊക്കെ പണ്ടൊക്കെ നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുന്നത് ഈ ഒരു പോസ്റ്റ് കാർഡ് വഴിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻലാൻഡ് ലെറ്റേഴ്സ്, പോസ്റ്റ് കാർഡ്സ്, ടെലഗ്രാം, ഇതൊക്കെയായിരുന്നു നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് സന്ദേശം അയക്കാൻ. ഇപ്പോഴും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ മുമ്പത്തെ അപേക്ഷിച്ച് കുറവാണ്. In the 21st century, we use email and other communication applications like Messenger, WhatsApp, Signal or Telegram to send ഇൻസ്റ്റൻറ്റ് മെസ്സേജസ്. അതായത് നമ്മുടെ 21ാം നൂറ്റാണ്ടിൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ ആയപ്പോൾ നമ്മളിതൊക്കെ നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്നൊക്കെ മാറ്റി. ഇപ്പോൾ നമ്മൾ വാട്സപ്പ്, അതുപോലെ തന്നെ ടെലിഗ്രാം, ട്വിറ്റർ, അങ്ങനെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നമ്മൾ സന്ദേശങ്ങളൊക്കെ അയക്കുന്നത്. ഇൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, വേർഡ്സ് ആർ ഓഫ്റ്റൺ സപ്ലിമെൻറ്റഡ് വിത്ത് ഇമോജീസ്, സ്റ്റിക്കേഴ്സ്, മെംസ് ആൻഡ് ഗിഫ്റ്റ് ടു ഷെയർ അവർ ഇമോഷൻസ്. അതായത് ഇപ്പോൾ നമ്മൾ ഇമോജീസ്, സ്റ്റിക്കേഴ്സ്, അതിലൂടെയൊക്കെ നമുക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. ഓരോ ഇമോജിയിലും അതിൻ്റെ മീനിങ്സ് അതിന് ഹൈഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന സംഗതികളാണ് ഫുള്ള് വരുന്നത്. These being pictorial representations of our written messages, they often help us to communicate the emotion behind the idea better than otherwise possible. Thus, they are also a part of non-verbal communication. അപ്പോൾ ഇമോജിയിലൂടെ തന്നെ കുറേ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കരയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരാളെ കളിയാക്കുകയാണെങ്കിലൊക്കെ അതിനനുയോജ്യമായിട്ടുള്ള ഇമോജീസ് ഉണ്ട്. അപ്പോൾ അത് അയച്ചു കൊടുത്താൽ നമുക്ക് റിസീവ് ചെയ്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇമോജീസ്, സ്റ്റിക്കേഴ്സ്, അതുപോലെ തന്നെ മെംസ്, ഇതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്. വെൻ വി ഷെയർ അവർ പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ് വിത്ത് ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ദി പബ്ലിക് ത്രൂ സോഷ്യൽ മീഡിയ, വി എൻഗേജ് ഇൻ വിഷ്വൽ ആൻഡ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോസ് നമ്മുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യും. അതാണ് എന്ത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. അതിൽ ഓഡിയോ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എവരി ഇമേജ് ഹാസ് ദി കപ്പാസിറ്റി ടു സ്പീക്ക് ആൻഡ് കൺവേ മീനിങ്സ്. ഏതൊരു ഇമേജിനും അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാനും. ഇൻ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ്, പിക്ചേഴ്സ് ആർ ഓഫ്റ്റൺ ഇൻക്ലൂഡഡ് ടു കമ്മ്യൂണിക്കേറ്റ് ദ മെസ്സേജ് മോർ ക്ലിയർലി ആൻഡ് ഓൾസോ ടു ഇൻക്രീസ് ദി എൻഗേജ്മെൻറ്റ് ഓഫ് ദി റീഡർ. അതായത് ഇപ്പോൾ വയനാട്ടിലൊക്കെ ദുരന്തം, അപ്പോൾ അതിൻ്റെ ഭീകരതൊക്കെ അത് വായിക്കുന്നതിലേറെ നമുക്ക് ആ ചിത്രം കാണുമ്പോൾ നമ്മുടെ മനസ്സിലത് പതിഞ്ഞു വരും. അപ്പോൾ റീഡേഴ്സിനും അതിൽ എൻഗേജ്ഡ് ആവും അത് ആ ന്യൂസ് വായിക്കാനുള്ള. ഫോട്ടോഗ്രാഫ്സ് ഹാവ് ദി എബിലിറ്റി ടു കൺവേ മെസ്സേജസ് ഇൻ ആൻ accessible വേ. ഫോട്ടോഗ്രാഫിനൊക്കെ അത് അറിയിക്കുന്ന പരിഗണനത്തോടു കൂടി തന്നെ ആ മെസ്സേജ് നമുക്ക് നൽകും. ടേക്കിംഗ് ദിസ് ഐഡിയ further, we can see that scholars studying data use charts and diagrams. അപ്പോൾ ഈ സ്കോളേഴ്സൊക്കെ ഈ ചാർട്ട്സ്, ഡയഗ്രാംസ് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് ആ ഒരു മെസ്സേജ് ക്ലിക്കാവും. ദേ ഹെൽപ്പ് us to tabulate and visualize huge chunks of information available to us. അതായത് ഈ ചാർട്ട്, ഡയഗ്രാംസ് അതൊക്കെ എന്താണ് അതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആ വലിയൊരു ഇൻഫർമേഷൻ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കും.
For audiences who are illiterate, information can be more easily conveyed to them with the help of images, graphs and tables. അതായത് ഓഡിയൻസിൽ ഇപ്പോൾ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് നിരക്ഷരരായിട്ടുള്ള ആളുകൾ, അതായത് എഴുതാനും വായിക്കാനൊക്കെ അറിയാത്ത ആളുകൾക്ക് ഇമേജസ് അതുപോലെ തന്നെ ഗ്രാഫ്, ടേബിൾസൊക്കെ വളരെയധികം ഉപയോഗപ്രദമാവുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. മൂവീസ് ആർ എ ഫർദർ എക്സാമ്പിൾ ഓഫ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. അതായത് മൂവീസ് എന്ന് പറയുന്നത്, അതായത് സിനിമ, ഈ ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് വലിയൊരു ഉദാഹരണമാണ്. The depth of ideas that can be communicated through combination of sounds and images is infinite. അതായത് ഈ മൂവീസിലൊക്കെ ഉള്ള സൗണ്ട്സും അതുപോലെ തന്നെ ഇമേജസും കൂടി ചേർന്നിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. The advance in technology has made it possible for audio-visual communication to be more realistic and cheaper. അതായത് നമ്മുടെ ആധുനിക ടെക്നോളജി യാഥാർത്ഥ്യമായിട്ടും അതുപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും, അതായത് ചീപ്പറായിട്ടും പുതിയ ടെക്നോളജി നമുക്ക് വന്നതോടുകൂടി ഇതൊക്കെ നമുക്ക് എളുപ്പമായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ടെക്നോളജി. Anyone with a smartphone or video camera and a decent mic can now produce quality വീഡിയോ കണ്ടൻറ്റ്. ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ വരവോടുകൂടി നമുക്ക് ഒരുപാട് സംഗതികളുടെ ഉപകാരം നമുക്ക് ഒരു ഡിവൈസായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതായത് ടൈം, അതുപോലെ തന്നെ കാൽക്കുലേറ്റർ, ഫോട്ടോ റെക്കോർഡ് ചെയ്യാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഒറ്റ ഡിവൈസ്, അതായത് സ്മാർട്ട് ഫോൺ തന്നെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയത്. നമുക്ക് വാച്ച് വേണം സമയം നോക്കാൻ, അങ്ങനെയൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഒറ്റൊരു ഡിവൈസിൽ ഒതുങ്ങിയിട്ടുണ്ടെന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ദിസ് ഹാസ് റിവല്യൂഷനൈസ്ഡ് ദ വേ വി ആസ് എ സ്പീഷ്യസ് കമ്മ്യൂണിക്കേറ്റ്. ഇത് റെവല്യൂഷനൈസ്ഡ് ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു ആക്സസ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആസ് മെൻഷൻഡ് ഏർലിയർ. അതായത് നേരത്തെ നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് വെൻ വി കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ വിത്തൗട്ട് റിലൈയിങ് ഓൺ റിട്ടൺ ഓർ സ്പോക്കൺ ലാംഗ്വേജ്. ചെറിയ കുട്ടികൾ ഇപ്പോൾ ഒരു പ്രത്യേക തരം ഭാഷയിൽ അവരങ്ങനെ സംസാരിക്കും, പക്ഷെ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് പക്ഷേ റിട്ടൺ ആയിട്ടുള്ള രൂപമല്ല, എന്നാൽ സ്പോക്കൺ ആയിട്ടുള്ള രൂപമില്ല, പക്ഷെ അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ദ ബേബിൾ ഓഫ് ബേബീസ് ഈസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഈ റിട്ടണും സ്പോക്കണും അല്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രേറ്റ് എക്സാമ്പിളാണ് ഈ കുഞ്ഞുങ്ങളുടെ ഒരു അഭ്യാസങ്ങൾ അവർ പറയുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ക്രൂഷ്യൽ ഇൻ ലെൻഡിങ് ഡെപ്ത് ഓഫ് മീനിങ് ടു ദി മെസ്സേജ് ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. അതായത് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് ആഴത്തിലുള്ള മീനിങ് നമുക്ക് കൊടുക്കുന്നുണ്ടത്. വൈൽ ജെസ്റ്റേഴ്സ്, facial expressions, movement of hands and body, etc. can work as non-verbal cues to enhance the quality of communication in face-to-face interactions. Memes, emojis, stickers and other works as non-verbal cues in digital communication. അതായത് അതിലിപ്പോൾ ആംഗ്യങ്ങൾ, ജെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആംഗ്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എന്ന് പറയുമ്പോൾ മുഖഭാവങ്ങൾ, പിന്നെ മൂവ്മെൻറ്റ് ഓഫ് ഹാൻഡ് ആൻഡ് ബോഡി എക്സെട്ര, അതായത് നമ്മുടെ കൈയും ശരീരവും ആംഗ്യം കാണിക്കൽ. അപ്പോൾ ഇവയൊക്കെ നമ്മുടെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി കാണിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലെ നോൺ വെർബൽ ക്യൂസാണ് ഈ ഒരു മെംസ്, അതുപോലെ തന്നെ ഇമോജി, സ്റ്റിക്കേഴ്സ് തുടങ്ങിയവയൊക്കെ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്സ് ദ യൂസേജ് ഓഫ് വേർഡ്സ് ആൻഡ് ഇറ്റ് ഈസ് ഈവൻ അസിസ്റ്റഡ് ബൈ ഹ്യൂമൻ വോയിസസ് ഓർ ലെറ്റേഴ്സ്, whereas non-verbal communication is different as it refers to how you look, gestures, facial expression and body postures communicate different meaning. അപ്പോൾ ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകൾ കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മനുഷ്യരുടെ വോയിസ്, അതുപോലെ ലെറ്റേഴ്സ്, അതൊക്കെ ഈ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. ഇപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബോഡി എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ജീസ്റ്റേഴ്സ്, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ ക്യൂസ് ക്യാൻ ബി കൺസിഡേർഡ് ഇൻ ടേംസ് ഓഫ് എംബ്ലംസ് ആൻഡ് ഇല്ലസ്ട്രേറ്റേഴ്സ്. Emblems are non-verbal cues that have a universal meaning in our global culture. അതായത് ഈ നോൺ വെർബൽ ക്യൂസിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? എംബ്ലംസ് എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങളും ഇല്ലസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചിത്രകാരന്മാരാണ്. എംബ്ലംസ് ആർ നോൺ വെർബൽ ക്യൂസ്, അതായത് ഈ ഒരു നോൺ വെർബൽ ക്യൂസിൽ പെടുന്നതാണ് ഈ ചിഹ്നങ്ങളൊക്കെ. അതിനൊക്കെ യൂണിവേഴ്സൽ മീനിങ് ഉണ്ട് നമ്മുടെ ഗ്ലോബൽ കൾച്ചറിൽ. Everyone knows the thumbs up sign as a gesture communicating a meaning. It means well done. അതായത് നമ്മൾ ഈ ഒരു കൈയിൻ്റെ തംസ് അപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതൊരു തരം ജെസ്റ്ററാണ്. അതിലൂടെ നമുക്ക് വെൽ ഡൺ എന്നുള്ളൊരു മീനിങ് അതിൽ അർത്ഥമാക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ അതുവരെയും കീപ് വാച്ചിങ്. താങ്ക് യു ഓൾ.